ഈ വീഡിയോയിൽ അമേരിക്കയും ആഗോള വ്യാപാരവും തമ്മിൽ നടക്കുന്ന ഒരു പൊരുത്തക്കേട് അത് കുറേ നാൾ കൊണ്ടേ തുടരുകയാണ്. അപ്പോൾ അതിനകത്ത് ട്രംപ് ഒരു ട്വീറ്റ് ഇട്ടിട്ടുണ്ട്. ആ ട്വീറ്റ് എന്ന് പറഞ്ഞാൽ ഞാനൊന്ന് വായിക്കാം. ഐ ബിലീവ് ദാറ്റ് ചൈന പർപ്പസ്ഫുള്ളി നോട്ട് ബൈയിങ് അവർ സോയാബീൻ ആൻഡ് കോസിംഗ് ഡിഫിക്കൽറ്റി ഫോർ അവർ സോയാബീൻ ഫാർമേഴ്സ് is an economically hostile act. We are considering terminating business with China having to do with the cooking oil and other elements of trade. As retribution, as an example, we can easily produce cooking oil ourselves. We don't need to purchase it from China. അപ്പോൾ ഇത് ചുരുക്കി പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ഒരു വിഷമം. ഈ വിഷമം എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് താരിഫ് ഇടാൻ പോയത്? ഒന്നാമത്തെ കാര്യം ബേസിക്കലി ഞാൻ ചോദിക്കുകയാണ്. അതായത് ഇത് ആർക്കും തന്നെ തോന്നുന്ന ഒരു ചോദ്യമാണ്. ഇത്രത്തോളം വിഷമവും ബുദ്ധിമുട്ടും കരച്ചിലും അമേരിക്കയുടെ ഉള്ളിൽ ഇത്രയും ബുദ്ധിമുട്ടും സോയാബീൻ്റെ ഫാമേഴ്സിനെ കുറിച്ച് ഞാൻ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ രീതിയിലൊക്കെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇത് വളരെയധികം രൂക്ഷമായ നിലയിൽ മുന്നോട്ട് പോവാണ്. ട്രംപിന് ഫാർമേഴ്സിൻ്റെ ഇടയിൽ ട്രംപിൻ്റെ ആ ഒരു പോപ്പുലാരിറ്റി ഇടിഞ്ഞുകൊണ്ട് വരികയാണ്. അതിന് കാരണം വേറെ ഒന്നുമില്ല, ട്രംപിൻ്റെ ഈ രീതിയിലുള്ള ഉട്ടോപ്യൻ നയങ്ങളാണ്. അതായത് ഈ ട്രംപിനെ കണ്ണും പൂട്ടി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ വിചാരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ട്രംപ് ഇപ്പം ഇത്ര ശതമാനം താരിഫ് കിട്ടി, ഞാൻ ബില്യൺ കണക്കിൽ താരിഫ് ഞാൻ റിസീവ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാരും മറ്റുള്ള രാജ്യങ്ങൾ കൊടുത്ത താരിഫല്ല. ഈ താരിഫൊക്കെ അമേരിക്കൻ ജനങ്ങൾ അവരുടെ പോക്കറ്റിൽ നിന്ന് കൊടുത്താണ്. അവരുടെ ക്രെഡിറ്റ് കാർഡ് ത്രൂ പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്കും അവരുടെ പോക്കറ്റിൽ നിന്ന് പോകുന്ന പൈസകളാണ്. അവർ ബാങ്ക് ലോൺ എടുത്ത് അവർ ഓരോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അവരറിയാതെ തന്നെ അവർ അടച്ചു പോകുന്ന പൈസയാണ്. ഫോർ എക്സാമ്പിൾ, അമേരിക്കയിൽ ഒരാൾക്ക് ഒരു $5000 ശമ്പളം കിട്ടുന്നുണ്ടെങ്കിൽ ഒരു $500 ബാക്കിയായാൽ വലിയ കാര്യമാണ്. അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ശമ്പളം മേടിക്കുന്ന പൈസയിൽ നിന്ന് തന്നെയാണ് ഈ താരിഫ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എനിവേ, ഇതൊന്നും അമേരിക്കയെ ഈ ട്രംപിന്റെ ഈ രീതിയിലുള്ള ഉട്ടോപ്യൻ നയങ്ങളെ സപ്പോർട്ട് ചെയ്ത് സ്തുതി പാടുന്ന ആൾക്കാർക്കൊന്നും ഇത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഇത് താരിഫ് പേ ചെയ്യുന്നവന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഞാൻ ചൈനയുടെ കുക്കിംഗ് ഓയിൽ നിർത്തും എന്നുള്ള ഭീഷണി, അതാണ് ചൈനയ്ക്ക് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ചൈന ഇതിൽ വഴങ്ങില്ല. കാരണം ചൈന ഓൾറെഡി തന്നെ റെയർ എർത്ത് എലമെന്റ്സ് ഏതാണ്ട് 12 ഇനം റെയർ എർത്ത് എലമെന്റ്സ് ചൈന തടഞ്ഞു വെച്ചിരിക്കുകയാണ് അമേരിക്കയ്ക്ക് കൊടുക്കാണ്ട്. ഈ റെയർ എർത്ത് എലമെന്റ്സ് ബാധിക്കുന്ന മേഖലകൾ എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ ചില്ലറയല്ല. ട്രംപ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെപ്രാളപ്പെട്ടുകൊണ്ട് വരുന്ന പറഞ്ഞാൽ ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം. ലോക്കിഡ് മാർട്ടിൻ ഉൾപ്പെടെ, അതായത് F-35 ഉൾപ്പെടെയുള്ള ഫൈറ്റർ ജെറ്റുകളുടെ നിർമ്മാണത്തിലും നാസ ഉൾപ്പെടെയുള്ള സ്പേസ് പ്രോജക്റ്റുകളുടെ മേഖലയിലും സെമി കണ്ടക്ടർ മേഖലയിലൊക്കെ വളരെ നിർണായകമായിട്ടുള്ള പങ്കുവഹിക്കുന്ന 12 ഇനം റെയർ എർത്ത് എലമെന്റ്സ് ആണ് ചൈന കൊടുക്കില്ല എന്ന് പറഞ്ഞ് നിർബന്ധമായിട്ട് തടഞ്ഞു വെച്ചിരിക്കുന്നത്. ഇന്ത്യക്ക് ആ ഒരു എലമെന്റ് കൊടുക്കുന്നുണ്ട്. ഇന്ത്യ എടുത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങളും കൊടുക്കരുത്, ഞാൻ നിങ്ങൾക്ക് അയക്കും, പക്ഷേ നിങ്ങൾ കൊടുക്കരുത്. കാരണം ചൈനയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം അത്രമേൽ വഷളായിരിക്കുകയാണ്. അതുകൊണ്ടാണ് ചൈന റീ എക്സ്പോർട്ടിംഗ് കൂടി പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നിലവിൽ ഇന്ത്യക്കും ചൈനയ്ക്കുമുള്ള ആ ഒരു ബന്ധം വെച്ചിട്ടാണ് ചൈന ഈ റെയർ എർത്ത് എലമെന്റ്സ് ഒക്കെ നമുക്ക് തരുന്നത്. അപ്പം നമ്മൾ അതുകൊണ്ട് കുറേ നാൾ റെയർ എർത്ത് എലമെന്റ്സ് ഇല്ലാണ്ട് മാരുതി പോലത്തെ കമ്പനികൾ, അതേപോലെ മഹീന്ദ്ര പോലത്തെ കമ്പനികൾ, ഇതേപോലത്തെ കമ്പനികളിലൊക്കെ പ്രൊഡക്ഷൻ വളരെയധികം ഡിഫിക്കൽട്ട് ആയിരുന്നു എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം. അന്ന് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ചൈനയുമായിട്ട് ഒരു ടേംസിൽ എത്തിയിട്ട് ഈ റെയർ എർത്ത് എലമെന്റ്സ് എങ്ങനെയെങ്കിലും കൊണ്ടുവരിക, ബദലായിട്ട് നമ്മൾ ആ ഒരു മീൻ ടൈമിൽ മറ്റു മാർഗങ്ങൾ അന്വേഷിച്ച് ചൈനയെ റീപ്ലേസ് ചെയ്യുന്ന രീതിയിലുള്ള റെയർ എർത്ത് എലമെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള മാർഗങ്ങൾ ഇന്ത്യ കണ്ടെത്തണം. ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാ കാലത്തും നമ്മൾ ചൈനയെ ഈ ഒരു വിഷയത്തിലേക്ക് ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവസാനം നമ്മൾ പെടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമീബിയ പോലത്തെ രാജ്യങ്ങൾ, ആഫ്രിക്കയിലുള്ള പല രാജ്യങ്ങളുമായിട്ടും, അതേപോലെ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളുമായിട്ടും അഫ്ഗാനിസ്ഥാനുമായിട്ടൊക്കെ നമ്മൾ പല രീതിയിലും എഗ്രിമെന്റുകളും ധാരണകളും മുന്നോട്ട് വെച്ച്, അതേപോലെ ഇന്ത്യക്കുള്ളിലും നമ്മൾ റെയർ എർത്ത് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അത് വരുന്ന ഒരു 8 മുതൽ ഒരു 10 വർഷത്തിനകത്ത് ഇന്ത്യ റെയർ എർത്ത് എലമെന്റ്സിൽ സ്വയം പര്യാപ്തത നേടും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇനിയിപ്പോൾ ഇതിനകത്ത് IMF ഈ 2026 ഫിസിക്കൽ ഇയറിന്റെ, ഫിനാൻഷ്യൽ ഇയറിന്റെ ആ ഒരു ഗ്രോത്ത് റേറ്റ് റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ അവർ പ്രെഡിക്റ്റ് ചെയ്യുന്നത്, IMF ആണ്, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, അവർ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഗ്ലോബലി ഒരു റിപ്പോർട്ടുണ്ട്, ഇത് കൂടാതെ വേറെ ഒരു റിപ്പോർട്ടുണ്ട്. പക്ഷേ മെയിൻ സ്ട്രീം മീഡിയ എല്ലാം ചർച്ച ചെയ്യുന്ന ഒരു റിപ്പോർട്ട്, അതിനെക്കുറിച്ച് ഞാൻ പറയാം. അത് കഴിഞ്ഞിട്ട് മെയിൻ സ്ട്രീം മീഡിയ ചർച്ച ചെയ്യാത്ത ഒരു റിപ്പോർട്ടിനെ കുറിച്ച് ഞാൻ പറയാം. കാരണം മറ്റേ റിപ്പോർട്ട് ആരും തന്നെ ചർച്ച ചെയ്യാറില്ല. അതിന് കാരണം വേറെ ഒന്നുമില്ല. അത് ആ റിപ്പോർട്ട് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിനകത്ത് ഇന്ത്യയാണ് നമ്പർ 1. 6.6% ആണ് ഇന്ത്യയുടെ ഗ്രോത്ത് പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. 6.6%. അത് കഴിഞ്ഞാൽ തൊട്ട് താഴെ ചൈനയാണ്. ചൈനയ്ക്ക് 4.8% ആണ് ചൈനയുടെ ഗ്രോത്ത്. അത് കഴിഞ്ഞാൽ സൗദി അറേബ്യ 4%, നൈജീരിയ 3.9%, സ്പെയിൻ അത് കഴിഞ്ഞാൽ 2.9%, സ്പെയിൻ, ബ്രസീൽ 2.4%, ബ്രസീൽ 2.4%, അമേരിക്ക 2%. അമേരിക്കയുടെ ഗ്രോത്ത് റേറ്റ് ആണ് IMF പ്രെഡിക്റ്റ് ചെയ്ത അമേരിക്കയുടെ ഗ്രോത്ത് ആണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, 2%. ഇവരൊക്കെ പണ്ടേ വളർന്ന രാജ്യങ്ങളാണ്, ഡെവലപ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇനി അവിടെ ഗ്രോത്ത് എല്ലാം സ്ലോ ഗ്രോത്ത് ആയിരിക്കും. ഇതുകൊണ്ടാണ്, ഈ ഒറ്റ കാരണം കൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇനി എത്ര താരിഫ് ഇട്ടാലും ഇന്ത്യ മുന്നോട്ട് പോകുമെന്ന് നമ്മൾ പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം.
അതായത് മറ്റുള്ള ഡെവലപ്ഡ് നേഷൻസിലെല്ലാം അവിടെ എല്ലാ ഫെസിലിറ്റി, ഇൻഫ്രാസ്ട്രക്ചർ ഉൾപ്പെടെയുള്ള കംപ്ലീറ്റ് ഫെസിലിറ്റിയും എല്ലാ മേഖലകളും ഡെവലപ്ഡ് ആണ്. അവിടെ ഇനി ഡെവലപ്പ് ചെയ്യാനുള്ള സ്കോപ്പ് ഇല്ല, സ്കോപ്പ് ഓഫ് ഏരിയ കുറവാണ്. അപ്പോൾ ആ സ്കോപ്പ് ഇന്ത്യയിൽ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇന്ത്യയാണ് ഇനി ഏറ്റവും കൂടുതൽ വളരാൻ പോകുന്ന രാജ്യം എന്നുള്ളത്. കാരണം ഇവിടെയാണ് ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സ്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സ്, അതേപോലെ തന്നെ കുറഞ്ഞ ശമ്പളത്തിന് പണിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ കിട്ടുന്ന ഏരിയയാണ് ഇന്ത്യ ഇപ്പം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. മറ്റുള്ള എത്രയോ നാടുകളുണ്ട്, പോപ്പുലേഷൻ പോലും ഇല്ല, പോപ്പുലേഷൻ ഡിമിനിഷ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ ഗ്രോത്ത് റിമാർക്കബിൾ ആണ്, സിഗ്നിഫിക്കൻ്റ് ആണ്. ഇത് ഉറപ്പായിട്ടും അച്ചീവ്മെന്റിലേക്ക് എത്തുമെന്ന് നമ്മൾ ഉറപ്പിച്ച് പറയുന്നത്. അപ്പൊ ഈ ഡെമോഗ്രഫി മനസ്സിലാക്കാത്ത ചിലർ വന്നിട്ട് അമേരിക്ക 50% താരിഫ് ഇട്ട് കഴിഞ്ഞാൽ ഇന്ത്യ അങ്ങ് നിലം പൊത്തി അങ്ങ് താഴെ അങ്ങ് അടിത്തട്ടിലേക്ക് പോകും എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലുള്ള ബ്ലൻഡ് ഡയലോഗുകളൊക്കെ പറയും. അങ്ങനെ പറഞ്ഞ ആൾക്കാർ തന്നെ ഇന്ന് അതിനെ തിരുത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ വാർത്തകളൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും. UK 1.3% ഗ്രോത്ത് ആണ് IMF പ്രഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. ജപ്പാൻ 1.1%, ഫ്രാൻസ് 0.7% മാത്രമാണ്, 0.7. റഷ്യ 0.6%, ഫ്രാൻസിനും താഴെയാണ്. അപ്പൊ ഇതാണ് IMF പുറത്തുവിട്ട ആ ലിസ്റ്റിൽ നിന്നും മെയിൻ സ്ട്രീം മീഡിയ എല്ലാം തന്നെ നറേറ്റ് ചെയ്ത് പുറത്തുവിടുന്ന വാർത്തകൾ. അപ്പൊ ഇതിനകത്ത് വേറെയും കുറച്ച് രാജ്യങ്ങൾ, ഒരു ഹിഡൻ ലിസ്റ്റ് ഉണ്ട്. ആ ഹിഡൻ ലിസ്റ്റ് ഞാനിവിടെ പറയുകയാണ്. നൈജർ 6.6% ഗ്രോത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. 2026 പ്രഡിക്ഷനാണ്, 2025-2026 ഫിസിക്കൽ ഇയറിന്റെ ഫോർകാസ്റ്റ് ആണ് ഇവിടെ പറയുന്നത്. അതുപോലെ ഉസ്ബെക്കിസ്ഥാനിൽ 6.8% ഗ്രോത്ത് പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്. ഭൂട്ടാൻ 6.8%, കെന്യ 7.2%. അവർ ഈ വർഷവും ഏതാണ്ട് 7 അതേ റേഞ്ച് തന്നെയാണ്. ജോർജിയ 7.2%, എത്യോപ്യ 7.2%, തജിക്കിസ്ഥാൻ 7.5%, അയർലാൻഡ് 9.1%, ലിബിയ 15.6% ആണ്. അപ്പോൾ ഈ കഴിഞ്ഞ വർഷം തന്നെ ഒരു 8% മുകളിൽ അവരുടെ ഗ്രോത്ത് ഉണ്ടായിരുന്നു. 15.6% ആണ് അവർ ഗ്രോത്ത് റേറ്റ് ഫോർകാസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ സൗത്ത് സുഡാൻ 24.3%. ഈ രീതിയിലാണ് കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ഈ ഡെമോഗ്രഫി വൈസ് നോക്കുമ്പോഴത്തേക്കും ഇന്ത്യ വലിയ പോപ്പുലേഷനുള്ള രാജ്യമാണ്. അപ്പോൾ ഈ പോപ്പുലേഷൻ്റെ മാർജിനും ഈ ഗ്രോത്ത് റേറ്റും വെച്ച് നോക്കുമ്പോഴാണ് ഇന്ത്യയുടെ ആ ഒരു GDP വളരെ വലുതായിട്ട് മാറുന്നത്. അപ്പോൾ അതുകൊണ്ട് വലിയ GDP ആയതുകൊണ്ട് തന്നെ 6.6% അഥവാ 6.8% എന്നൊക്കെ പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഗ്ലോബലി തന്നെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു GDP ആണ്. കാരണം അത്ര വലിയ GDP ആണ്. ഇപ്പോൾ നേരെ മറിച്ച് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഒരു ആഫ്രിക്കൻ അഥവാ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളൊക്കെ താരതമ്യേന പോപ്പുലേഷനും കുറവാണ്, അവരുടെ GDPയും വളരെ ചെറുതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവരുടെ ഗ്രോത്ത് റേറ്റ് ഇങ്ങനെ കൂടുതലായിട്ട് കാണിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് ഗ്ലോബലി കോമ്പീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ അവരുടെ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡെമോഗ്രഫി വെച്ച് നോക്കുമ്പോഴത്തേക്കും അവർ സാറ്റിസ്ഫൈഡ് ആണ്. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇന്ത്യയിൽ വൈഡ് ഓപ്ഷൻസ് ഉണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ. ഒരുപാട് പേർക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനുള്ള സാധ്യതയുള്ള ഒരു സ്ഥലമാണ് ഇന്ത്യ. പക്ഷേ അതേസമയം നിങ്ങൾ മറ്റുള്ള രാജ്യങ്ങൾ, ഇപ്പോൾ ചെറിയ രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഓപ്ഷൻസ് കുറവാണ്. ഇങ്ങനെ IMF പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അമേരിക്കയുടെ പ്രശ്നം വെച്ചാൽ അമേരിക്ക ഫാർമേഴ്സ് പിഞ്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ട്രംപ് ഇപ്പോൾ ഇങ്ങനെ കിടന്ന് വെപ്രാളപ്പെടുന്നത്. വിരളി പൂണ്ട് ഇപ്പം ചൈനയുടെ പുറകെ വരുന്ന അവസ്ഥയാണ്, ചൈനയുടെ കാല് പിടിക്കുന്ന അവസ്ഥയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ട്രംപ് ഒരു 100% താരിഫ് എന്നുള്ള നിലയിൽ ഒരു നെഗോസിയേഷൻ പോയിന്റ് ആയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അതായത് ചൈനയിൽ നിന്നും ഇനി ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പുള്ളിക്കാരൻ 100% താരിഫ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ചൈനയ്ക്ക് ഈ ഒരു അമേരിക്കയുടെ താരിഫ് എന്ന് പറയുന്നത് പുല്ലുവിലയാണ്. ഇതുകൊണ്ട് ഇന്ത്യക്ക് ഗുണമുണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വലിയ രീതിയിലുള്ള ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇതിന് മുമ്പും ചൈനയ്ക്ക് താരിഫ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇന്ത്യ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് വെച്ചാൽ ഇന്ത്യ റീ എക്സ്പോർട്ടിംഗ് ആണ് ഇപ്പോൾ കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. UAE അതേപോലെ തന്നെ UK ഇതേപോലത്തെ മറ്റുള്ള പിന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം തന്നെ അവരുടെ ബ്രാൻഡിന്റെ ബ്രാഞ്ച് ഓഫീസുകളുണ്ട് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും. അവിടെ നിന്നാണ് ഇന്ത്യയിലേക്ക് ഓർഡർ വരുന്നത്. ഇപ്പം അപ്പോൾ അമേരിക്കയിലേക്കുള്ള ഡയറക്റ്റ് ഓർഡറിന് പകരം ഇൻഡയറക്റ്റ് ഓർഡർ ആയിട്ടാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ ഒരു തരത്തിൽ ഇങ്ങനെയൊക്കെ പിടിച്ചു നിൽക്കുന്നുണ്ട്. അതായത് നമ്മൾ മറ്റു മാർഗ്ഗങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി കഴിഞ്ഞു, അതിൽ നമ്മളിപ്പോൾ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പം നമുക്ക് കച്ചവടം കൃത്യമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ട്രംപ് ഉദ്ദേശിച്ചതുപോലെ വലിയ രീതിയിലുള്ള ഒരു ഇടിവ് നമുക്ക് സമ്മാനിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ത്യയുടെ ബുദ്ധി വെച്ചിട്ട് നമ്മളുടെ വ്യാപാരം കൃത്യമായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഇവിടെ നെഞ്ചത്തടിച്ച് കരഞ്ഞവർ നിലവിളിച്ചവരൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ ഇഗ്നോർ ചെയ്ത് കളയുക. കാരണം അല്ലാതെ നമുക്ക് വ്യാപാരം ചെയ്യാൻ പറ്റത്തില്ല. ബിസിനസ് ചെയ്യുമ്പോഴത്തേക്കും ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. പിന്നെ ബിസിനസ്സിൽ ഇറങ്ങുമ്പോൾ ചില മാസം നഷ്ടം ഉണ്ടാവും, ചില മാസം ലാഭം ഉണ്ടാവും. ബിസിനസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു മന്ത്ലി സാലറി അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കച്ചവടമുള്ള സമയത്ത് നല്ല കച്ചവടമൊക്കെ നടക്കും. അപ്പോൾ അതനുസരിച്ച് മുന്നോട്ട് പോകണം. കാരണം ഇത് താരിഫ് വന്നപ്പോഴേ നമ്മൾ മനസ്സിലാക്കിയിരുന്നു ഒരു 1-2 മാസത്തേക്ക് ഇത് ഈ റീറൂട്ട് ചെയ്ത് കച്ചവടം ഒന്ന് ഡൈവേർട്ട് ചെയ്യേണ്ട ഒരു കാലതാമസം വേണ്ടി വരും എന്നുള്ളത് ഗവൺമെന്റ് ഇതിനെ പറഞ്ഞിട്ടുള്ള വിഷയമാണ്. ആ ഒരു പേഷ്യൻസ് ഇല്ലാത്ത ആൾക്കാരാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വെപ്രാളവും വിരളിയൊക്കെ കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് നടക്കുന്നത്. ചൈന വേറൊരു എക്സ്ട്രോർഡിനറി സംഗതി ചെയ്തിട്ടുണ്ട്. ആർട്ടിക് ഓഷൻ റൂട്ട് അവർ ക്ലിയർ ചെയ്തിരിക്കുകയാണ്. അതായത് അവർ ഐസ് ബ്രേക്കർ വെച്ചിട്ട് റൂട്ട് ക്ലിയർ ചെയ്ത് അവരുടെ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് വ്യാപാര പാത അവർ ആർട്ടിക് ഓഷൻ ത്രൂ നടത്തുകയാണ്. അതായത് റഷ്യയുടെ അവർ വ്ളാഡിവോസ്റ്റോക്ക് ആ ഭാഗത്തൂടെ വന്ന് ചൈനയുടെ ആ ഒരു ഭാഗത്തേക്ക് എത്താൻ പറ്റുന്ന രീതിയിലുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു റൂട്ട്. 7000 കിലോമീറ്റർ യാത്ര അവർക്ക് കുറയുകയാണ് പ്രത്യക്ഷത്തിൽ ഈ ഒരു ആർട്ടിക് റൂട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് എന്താണ് ഇപ്പം താഴെ കൂടെ വന്നിട്ട് ഇന്ത്യൻ ഓഷൻ ആ റീജിയനിലൊക്കെ വന്ന് കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല ഇപ്പം ചൈനയ്ക്ക്.
അതാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. സ്ട്രേറ്റ് ഓഫ് മലാക്ക ആ ഒരു ഭാഗത്തൊക്കെ ഇന്ത്യ ഇപ്പം പുതിയ ഇന്റലിജൻസ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്നൊക്കെ ചൈന എങ്ങനെ എസ്കേപ്പ് ആവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അവർക്ക് സിംഗപ്പൂരിൽ നിന്ന് മറ്റു മാർഗത്തിലൂടെ അവർക്ക് പോയാൽ മതി. അപ്പോൾ ആ രീതിയിൽ അവർക്ക് അവരുടെ സ്ഥലത്തേക്ക് വളരെ എളുപ്പത്തിൽ എത്താൻ പറ്റും. ഇപ്പം മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളായിക്കോട്ടെ, വെസ്റ്റേൺ രാജ്യങ്ങളായിക്കോട്ടെ, ഇവരുടെയൊക്കെ സാങ്ഷനും ഇതൊക്കെ മറികടന്നുകൊണ്ട് ഇവർക്ക് ആർട്ടിക് റൂട്ടിലൂടെ വളരെ ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു യാത്രയ്ക്ക് ചൈന കംപ്ലീറ്റ് റൂട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അവർ ഐസ് ബ്രേക്കർ കൊണ്ട് കൃത്യമായിട്ട് നിർത്തി ഐസ് ബ്രേക്ക് ചെയ്ത് ആർട്ടിക് റൂട്ടിലൂടെ അവർ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാൻ തീരുമാനിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. ഇതാണ് ചൈന ചെയ്തിരിക്കുന്ന മറ്റൊരു വിഷയം. ഇത് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയ്ക്കായാലും മറ്റുള്ള വെസ്റ്റേൺ രാജ്യങ്ങൾക്കായാലും ഇതൊരു തിരിച്ചടി തന്നെയാണ്. ചൈനയെ ഇനി പൂട്ടാൻ പറ്റില്ല, തളയ്ക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ചൈനയുടെ ഷിപ്പുകൾ ഇവിടെ വന്നാൽ ഞങ്ങൾ തടയും, ചൈനയ്ക്ക് എണ്ണ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ സാങ്ഷൻ ചെയ്യും, ഈ പരിപാടിയൊന്നും ഇനി ചൈനയുടെ അടുത്ത് ചിലവാവില്ല എന്നുള്ളതാണ് ഇതിന്റെ ചുരുക്കം. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ അമേരിക്കയ്ക്ക് നമ്മുടെ നെഗോസിയേഷൻ ടീം പോയിട്ടുണ്ട്, അവിടെ നെഗോസിയേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ട്രംപിന്റെ അഡ്മിൻ ടീമും ട്രംപും ഓപ്പൺ ആയിട്ട് ബ്രിക്സിനെതിരെ സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടിരിക്കുകയാണ്. ട്രംപ് പറഞ്ഞു വെച്ചത് ബ്രിക്സ് എന്ന് പറയുന്നത് തന്നെ ഡോളറിനെതിരെയുള്ള ഒരു അറ്റാക്ക് ആണ് എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. ഡോളറിനെതിരെയുള്ള അറ്റാക്ക് ആണെന്നുള്ളത് ഓപ്പൺ ആയിട്ട് സ്റ്റേറ്റ്മെന്റ് അമേരിക്കൻ പ്രസിഡന്റ് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ബ്രിക്സിനെ പേടിക്കുന്നു എന്ന് തന്നെയാണ് ട്രംപിന്റെ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ബ്രിക്സിനെ പേടിക്കുന്ന അമേരിക്ക ആ രീതിയിൽ വന്നിരിക്കുകയാണ് കാര്യങ്ങൾ ഇപ്പം. അത് അമേരിക്കൻ പ്രസിഡന്റ് തന്നെ ഓപ്പൺ ആയിട്ട് തുറന്നു പറയേണ്ട സാഹചര്യം വന്നിരിക്കുകയാണ്. ഡോളറിന്റെ വാല്യൂ കുറെ കാലം കൊണ്ട് തന്നെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ പിടിച്ചു നിർത്താൻ പറ്റാത്ത രീതിയിൽ അമേരിക്കയുടെ ട്രഷറി സെക്രട്ടറി ആയിട്ടുള്ള സ്കോട്ട് ബെസന്റ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഉത്തരം പറയേണ്ട സാഹചര്യം വന്നിരിക്കുകയാണ്. അങ്ങനെ ഉത്തരം പറയാൻ പറ്റാത്ത അവസ്ഥയിൽ ഇന്ത്യ, ചൈന, ബ്രസീൽ ഉൾപ്പെടെയുള്ള ഈ ബ്രിക്സ് രാജ്യങ്ങൾക്കെതിരെ ഡോളറിന്റെ വാല്യൂ കുറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ബ്രിക്സ് ആണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളുമായിട്ട് ഇപ്പം മുന്നോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി തുടരെ ഈ വെസ്റ്റേൺ മീഡിയകളെല്ലാം തന്നെ ഇതേ സെയിം നറേറ്റീവ് ഇനി കൊണ്ടുവരാൻ ശ്രമിക്കും. ഇനി പത്രങ്ങളിലെല്ലാം നമുക്ക് കാണാൻ കഴിയും ബ്രിക്സ് ഭയങ്കര എഫക്റ്റീവായിട്ട് വരുന്നത് കൊണ്ടാണ് ഡോളർ ഇങ്ങനെ വീക്കാകുന്നത്. അപ്പം ബ്രിക്സിനെതിരെ ഒരു ചേരി ആ രീതിയിൽ ഒരു ഡീവിയേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അമേരിക്ക ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് ഫലം കാണുമോ എന്നുള്ളത് അറിയത്തില്ല. ബ്രിക്സ് അത്രമാത്രം ശക്തി ആർജിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ. ബ്രിക്സിനെ ശക്തിപ്പെടുത്തിയത് ആരാണ്? ഡൊണാൾഡ് ട്രംപ് ആണ്. ഡൊണാൾഡ് ട്രംപിന്റെ താരിഫാണ് ബ്രിക്സിനെ ശക്തിപ്പെടുത്തിയത്. എപ്പോഴാണോ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് മേളിൽ താരിഫ് ഇട്ടത് ആ മൊമെന്റിൽ ബ്രിക്സ് ശക്തിപ്പെട്ടു. അതാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. അങ്ങനെയാണ് ഒരു മൾട്ടിപോളർ ഡിപ്ലോമസി ഇങ്ങനെ മാറിയതും ഒരു ഡിപ്ലോമാറ്റിക് റീഷഫ്ലിംഗ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ആ ഡിപ്ലോമാറ്റിക് റീഷഫ്ലിംഗിലാണ് ബ്രിക്സ് ശക്തിപ്പെട്ടത്. ആക്ച്വലി ആദ്യം ഡൊണാൾഡ് ട്രംപ് പൊസിഷനിൽ വന്ന സമയത്ത് ഇന്ത്യ ബ്രിക്സുമായിട്ട് അത്ര ശക്തമായ ഒരു നിലപാടെടുത്തില്ലായിരുന്നു. പക്ഷെ അതിനുശേഷം വളരെ ശക്തമായ നിലപാടെടുത്തു, മുന്നോട്ട് പോയി. ഒരു കോമൺ കറൻസി ഇല്ലാതെ തന്നെ എങ്ങനെ ഡോളറിനെ നമുക്ക് വരുതിക്ക് വരുത്താം എന്നുള്ള തീരുമാനമെടുത്തു. എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് മുന്നോട്ട് പോയി അവരവരുടെ രാജ്യങ്ങളുടെ കറൻസി പ്രോത്സാഹിപ്പിച്ചു. ഇതാ ഡോളർ ഇതാ കിടക്കുന്നത്. ഇനി ഇത് താഴോട്ട് പോകുമോ ഇനി മുകളിലോട്ട് വരുമോ എന്നുള്ള അറിയില്ല. അതായത് ഇനി മുകളിലോട്ട് വരില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിന്റെ തെളിവാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഈ രീതിയിൽ ബ്രിക്സിനെതിരെയുള്ള ഈ ഒരു കരച്ചിൽ. അപ്പോൾ എന്തായാലും കുറേ രസകരമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.